വിശുദ്ധ റമദാൻ അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മൾ അനുഷ്ഠിച്ച എല്ലാ നോമ്പുകളും അനുബന്ധമായ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവൻ നമുക്ക് എല്ലാവർക്കും റമദാൻ കൊണ്ട് ലഭിക്കുന്ന എല്ലാ വിഭവങ്ങളും അല്ലാഹു നൽകട്ടെ. റഹ്മത്തും മഗ്ഫിറത്തും നരകമോചനവും എല്ലാം പടച്ചവൻ നൽകുമാറാകട്ടെ. നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് പരിപൂർണമായ രൂപത്തിൽ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇന്ന സൗമ റമദാന മുഅല്ലഖും ബൈന അസ്സമാഇ വൽ അർളി. നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് ആകാശഭൂമികൾക്കിടയിൽ തടഞ്ഞു വെക്കപ്പെടും. ലാ യുർഫഉ, അതൊരിക്കലും അല്ലാഹുവിലേക്ക് എത്തുകയില്ല. ഏതുവരെ? ഫിത്ർ സക്കാത്ത് നൽകപ്പെടുന്നതുവരെ. ഫിത്ർ സക്കാത്ത് നൽകുന്നതോടുകൂടിയാണ് നോമ്പ് അതിന്റെ പൂർണ്ണതയിലെത്തുക. ഞങ്ങളൊക്കെ വാങ്ങാനുള്ളവരാണ്, ഞങ്ങളൊന്നും കൊടുക്കാനുള്ളവരല്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നഹാ തുഹ്റത്തുൽ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസി. നോമ്പുകാരനെയും നോമ്പിനെയും അവന്റെ നോമ്പിലും ആ നോമ്പുകാരനിലുമുള്ള എല്ലാ അഴുക്കുകളും, എല്ലാ മോശമായ നോമ്പ് സ്വീകരിക്കപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അനാവശ്യങ്ങളും എല്ലാ മോശങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കുന്നത് ഫിത്ർ സക്കാത്തിലൂടെയാണ്. ആരും ഫിത്ർ സക്കാത്തിൽ നിന്ന് ഒഴിവാവുകയില്ല. പരിശുദ്ധമായ റമദാൻ അവസാനിക്കുമ്പോ പെരുന്നാൾ ദിവസത്തേക്ക് ആവശ്യമായ വസ്ത്രവും ഭക്ഷണവും കഴിഞ്ഞാൽ, ധരിക്കാനുള്ള വസ്ത്രവും കഴിക്കാനുള്ള ഭക്ഷണവും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മുതൽ ഫിത്ർ സക്കാത്തിന്റെ മുതലാണ്. പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ കണക്കാക്കിയാൽ ആരാണ് ഫിത്ർ സക്കാത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത്? എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണം, അത് നിർബന്ധമാണ്. അർഹരായ ആളുകളെ കണ്ടെത്തുകയും അവരുടെ കൈകളിലേക്ക് എന്റെ ഫിത്ർ സക്കാത്ത് അതെന്നെ ശുദ്ധീകരിക്കുകയും എന്റെ നോമ്പിൽ വന്നുപോയ കുറവുകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫിത്ർ സക്കാത്ത് കൊണ്ട് ഒരാൾ അർഹനെ തേടി നടക്കുന്നത് പോലും 10 ലക്ഷം പുണ്യത്തിന് കാരണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അർഹരായ ആളുകളെ തേടി നടക്കുന്ന ഓരോ ചുവട്ടടിക്കും 10 ലക്ഷം പുണ്യമുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹരായ ആളുകളെ തേടി നടക്കുന്ന ഓരോ ചുവട്ടടിക്കും 10 ലക്ഷം പുണ്യമുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആരാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? നല്ലവണ്ണം ശ്രദ്ധിക്കണേ. ആരാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? സ്വന്തം ശരീരത്തിന് വേണ്ടി ഒരാൾ സ്വന്തം ശരീരത്തിന് വേണ്ടി ഫിത്ർ സക്കാത്ത് നൽകണം. പോരാ, അവൻ ആർക്കൊക്കെയാണോ നിലവിൽ ചെലവ് നൽകിക്കൊണ്ടിരിക്കുന്നത്, സ്വാഭാവികമായും നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ ചെലവ് കൊടുക്കുന്നുണ്ട്, അവളുടെ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മളാണ് ചെലവ് കൊടുക്കുന്നതെങ്കിൽ ആ മക്കളുടെ ഫിത്ർ സക്കാത്തും നമ്മളാണ് കൊടുക്കേണ്ടത്. ഓരോരുത്തരുടെയും മക്കൾ വിവാഹം കഴിഞ്ഞു പോയവരാണെങ്കിൽ അവർ നമ്മുടെ ഉത്തരവാദിത്വത്തിലല്ല, അവരുടെ ഭർത്താവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും നമ്മുടെ ചെലവിലാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്കുള്ള ഫിത്ർ സക്കാത്തും നമ്മളാണ് കൊടുക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഒരാൾ സ്വന്തം ശരീരത്തിന് വേണ്ടിയും അവൻ ആർക്കൊക്കെയാണോ നിലവിൽ ചെലവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരുടെയും ഫിത്ർ സക്കാത്ത് പ്രത്യേകമായി വാങ്ങിച്ച് നിയ്യത്ത് ചെയ്തു കൊടുക്കണം. അത് നിർബന്ധമാണ്. എന്താണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? ഫിത്ർ സക്കാത്തിന്റെ പൈസ കൊടുത്താൽ മതിയോ? പോരാ. ഫിത്ർ സക്കാത്ത് നാം ജീവിക്കുന്ന നാടും പരിസരവും ആ നാട്ടിൽ ഏതാണോ ഏറ്റവും മുഖ്യമായി ഉപയോഗിക്കുന്ന ആഹാരം, അതുകൊണ്ടാണ് അരി എല്ലാവരും കൊടുക്കുന്നത്. ചോറാണല്ലോ നമ്മുടെ കേരളീയ തനിമയിൽ ഏറ്റവും മുഖ്യമായ ആഹാരം ഏതാണ്? ചോറാണ്, അരിയാണ്. അതുകൊണ്ടാണ് അരിയാണ് ഫിത്ർ സക്കാത്തായി നൽകുന്നത്. ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോ എത്രയാണ് തൂക്കം കൊടുക്കേണ്ടത്? ഇത് പലപ്പോഴും ഒരു സംശയത്തിന്, പലപ്പോഴും ചില ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ അതിന്റെ കൃത്യമായ കണക്കുകളും പറയുന്നുണ്ട്. അപ്പോൾ പലർക്കും പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. പള്ളിയിൽ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ഒരു കണക്കാണ് പറയുക,
പക്ഷേ അവർ യൂട്യൂബ് തുറക്കുമ്പോ മറ്റു പല കണക്കുകളുമാണ് കേൾക്കുന്നത്. എന്താണ് ചെയ്യുക? ആശങ്ക. ചിലർ പറയുന്നു 2.5 കൊടുക്കണം, ചിലർ പറയുന്നു 2.600 കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഏറ്റ വ്യത്യാസങ്ങൾ വരുന്നത് ആ ഉപയോഗിക്കുന്ന അരിയിലുള്ള തൂക്കത്തിന്റെ വ്യതിയാനമാണ്. കൃത്യമായ കണക്ക് പറഞ്ഞാൽ പരിശുദ്ധമായ ദീൻ പറയുന്നു 4 മുദ്ദാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ 4 മുദ്ദ് എന്നത് കിലോ കണക്കിലേക്ക് മാറ്റുമ്പോഴാണ് ഏറ്റ വ്യത്യാസങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇപ്പൊ സുലഭമായി ഈ മുദ്ദിന്റെ അളവിന്റെ പാത്രങ്ങൾ കിട്ടും. മുദ്ദളവിന്റെ പാത്രങ്ങൾ ഒരു 100 രൂപയോ 150 രൂപയോ കൊടുത്താൽ ഒരളവ് പാത്രം കിട്ടും. അതൊരെണ്ണം വാങ്ങി വീട്ടിൽ വെച്ചിരിക്കണം. അതിൽ 4 വട്ടം കോരിയെടുക്കുമ്പോൾ ഫിത്ർ സക്കാത്തായി. അതിൽ 1 വട്ടം കോരിയെടുത്താൽ നോമ്പ് പിടിക്കാൻ കഴിയാതെ വന്നുപോയ ആളുകൾക്കുള്ള 1 മുദ്ദ് ആഹാരം കൊടുക്കാനുള്ള ആളാണ്. അപ്പൊ ഈ ആശങ്ക വരില്ല. ഏതായാലും അരികളിൽ വലിപ്പവും ചെറുപ്പവും വരുന്നത് കൊണ്ട് ഏറ്റ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കണക്കിൽ വ്യത്യാസം. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്തായി ഒരു 3 കിലോ അരി വീതം ഇൻഷാ അല്ലാഹ് ഏറ്റ വ്യത്യാസങ്ങളില്ലാതെ 3 കിലോ അരി വീതം വാങ്ങുകയും ഓരോരുത്തർക്ക് വേണ്ടിയും 3 കിലോ അരി വീതം വാങ്ങിയിട്ട് ഓരോരുത്തരുടെയും പേരിൽ പ്രത്യേകമായി നിയ്യത്ത് ചെയ്തിട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഈ ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് നൽകേണ്ടത്? ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് നൽകേണ്ടത്? ഫിത്ർ സക്കാത്ത് നൽകാൻ അനുവദനീയമായ സമയമുണ്ട്, ഏറ്റവും നല്ല സമയമുണ്ട്, ഹറാമായ സമയമുണ്ട്. ഏറ്റവും നല്ല സമയം പറയാം, പെരുന്നാൾ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് റമദാനിന്റെ പിറ അവസാനിച്ചു, റമദാൻ അവസാനിച്ചു, ശവ്വാലിന്റെ പിറ ഉദിച്ചു, പള്ളികളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പെരുന്നാളായിട്ടുണ്ട്. ആ നേരം മുതൽ പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഓരോരുത്തരും അവരുടെ ഫിത്ർ സക്കാത്തുകൾ അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ റമദാൻ 1 മുതൽ വേണമെങ്കിൽ കൊടുക്കാം, അനുവദനീയമാണ്, അതിന് പ്രശ്നമൊന്നുമില്ല. എന്നാൽ പെരുന്നാൾ കഴിഞ്ഞിട്ടും അവൻ ഫിത്ർ സക്കാത്ത് കൃത്യമായി കൈകാര്യം ചെയ്തിട്ടില്ല, അതിനെ ഗൗരവത്തിൽ എടുത്തിട്ടില്ല, അതൊരു പച്ചയായ ഹറാമാണ്, കടുത്ത ശിക്ഷയുമുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നല്ല സമയം പ്രതിഫലം കിട്ടുന്ന നേരത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കാം. ഇനി എവിടെയാണ് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നത് ഒരു പ്രത്യേകമായ ചോദ്യമാണ്. പലപ്പോഴും ചോദിക്കും, എവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയം എപ്പോഴാണോ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്, ആ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ നാട്ടിലാണ്. ഇപ്പൊ പെരുന്നാളിന്റെ അവധിയുമായി ബന്ധപ്പെട്ട് വീട്ടുകാരൊക്കെ കുടുംബ വീടുകളിലൊക്കെ പോകും. അപ്പൊ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് നിയ്യത്ത് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രധാനമായും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങൾ ആശങ്കയിലാണ്. ഞങ്ങൾ ഗൾഫിലാണോ കൊടുക്കേണ്ടത്, അതല്ല നാട്ടിലാണോ കൊടുക്കേണ്ടത്? അതിനുള്ള ഉത്തരമാണ് ഈ പറഞ്ഞത്. നീ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നിന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. എങ്കിലും പണ്ഡിതന്മാർ പറയുന്നു, നീ ഉള്ള സ്ഥലത്ത് അർഹരായ ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടായി. പ്രവാസികൾക്ക് പലർക്കും അങ്ങനെയുണ്ട്. ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആളുകളെ കിട്ടാനില്ല. അങ്ങനെ നിന്റെ പരിശ്രമത്തിൽ അർഹരായ ആളെ കിട്ടുന്നില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, നിന്റെ ഭാര്യയോ അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും അടുപ്പമുള്ള, അത് ചെയ്യുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും നാട്ടിൽ വിളിച്ചിട്ട് വക്കാലത്ത് ഏൽപ്പിക്കാം. ഭാര്യ വിളിച്ചിട്ട് പറയണം, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നിന്നെ ഞാൻ വക്കാലത്ത് ഏൽപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്റെയും നിന്റെയും മക്കളുടെയൊക്കെ ഫിത്ർ സക്കാത്ത് വാങ്ങി നീ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം എന്ന് വക്കാലത്ത് ഏൽപ്പിക്കുക. അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട കാര്യഗൗരവമുള്ള ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കും. ഇതൊക്കെ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്, ഇതിലൊന്നും ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ഈ അമൽ ചെയ്യൽ ഗൗരവത്തിൽ എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.